കർത്താവിൻ്റെ നാമത്തിന് വീണ്ടും മഹത്വം കരേറ്റുന്നു. നമുക്ക് ആരാധനയ്ക്കായി ദിവസം കർത്താവ് നൽകിയല്ലോ. ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമ്മെ ആരോഗ്യത്തോടെ പരിപാലിച്ചല്ലോ. അവൻ്റെ കൃപ ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർന്നല്ലോ. വളരെ നന്ദിയോടെ കർത്താവിന് മഹത്വം കരേറ്റിക്കൊണ്ട് ഇന്ന് രാവിലെ നമുക്കായിരിക്കാം. Let us be in the presence of the Lord with much grace, thankfulness, and thank God for allowing us to be here once again in this morning. നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ വേദഭാഗത്തേക്ക് പെട്ടെന്ന് പോകുവാൻ താല്പര്യപ്പെടുന്നു. We want to go to the passage this morning because we are very limited in time this morning. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We have been studying from the book of Philippians these days. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയായത് 23-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവിടെ പറയുന്നു, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. Our text for last week was, who by his power that enables him to bring everything under his control. അപ്പം കർത്താവായ യേശു ക്രിസ്തു തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. Our Lord Jesus Christ is able to bring things under his submission. ഒന്നാമത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊള്ളണം, അവൻ കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ളവനാ, കഴിവുള്ളവനാണ്. First of all, we need to understand he is powerful enough to bring things under his control. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അവൻ പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാ. And last week we have heard that he is able to bring Satan under his control. പിശാച് ശക്തനാണ്, പക്ഷേ സർവശക്തനല്ല. Satan is powerful, but he is not all powerful. സർവശക്തൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. The only one who is all powerful is our Lord Jesus. യേശു കർത്താവ് പിശാചിനെ തന്റെ കാൽ കീഴിലാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. We need to understand, or we understand, that Satan is brought under the feet of Jesus. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് അവനെ തള്ളിയിടുമെന്ന് നാം മനസ്സിലാക്കുന്നു. We also understand he is going to be one day cast into the eternal hell that is prepared for him. അവന്റെ മേലുള്ള വിജയം കാൽവറി ക്രൂശിൽ യേശു കർത്താവ് സാധിച്ചതാ. And on the cross of Calvary he had already taken victory over Satan. അത് ആത്മികമായിട്ടുള്ള വിജയമായിരുന്നു. And that was a spiritual victory. എന്നാൽ അക്ഷരികമായിട്ടുള്ള വിജയം നടക്കാൻ പോവുകയാണ്. But the literal victory is going to happen one day. ഒരു ദിവസം വരാൻ പോവുകയാണ്. That day is coming very near. യേശു കർത്താവ് പിശാചിനെ തന്റെ കാൽ കീഴിലാക്കി അവനെ മെതിച്ചു കളയും. അവനെ നരകത്തിലേക്ക് അവനെ തള്ളിയിടുന്ന ദിവസം വരാൻ പോകുന്നു. He's going to trample Satan under his feet, and he's going to be destined and cast him into that eternal hell. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു, സകല മാനുഷിക അധികാരങ്ങളെയും യേശു കീഴ്പ്പെടുത്താൻ പോവുകയാണ്. And we heard last week he's going to bring all human authority under his control. ഇന്ന് അവനോട് എതിർത്ത് നിൽക്കുന്ന സകല മാനുഷിക അധികാരങ്ങളെ, all the things, all the authorities that are resisting him today, he's going to bring them under submission. സകല രാജാക്കന്മാരെയും സകല ഗവൺമെന്റുകളെയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന സകല അധികാരങ്ങളെയും അവൻ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. All dominion and power and kingdoms and authorities that is resisting him today, he's going to bring them under his control. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, അവൻ മരണത്തെയും കീഴ്പ്പെടുത്താൻ പോവുകയാണ്. Last week we have heard he's also going to bring death under his dominion. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. He is the one who have victory over death and Hades. ദൈവത്തിന്റെ വചനത്തിൽ നാം കേട്ടു, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. And we have heard from the word that the last enemy, death, will also be conquered. അവൻ മരണത്തെ കീഴ്പ്പെടുത്തുന്നു പോകുന്നവനാണ്. He is going to have victory over death as well. അവസാനമായി നമ്മൾ കേട്ടു, എല്ലാറ്റേയും അതാതിന്റെ സ്ഥാനങ്ങളിൽ ആക്കുവാൻ തക്കവണ്ണം കാര്യങ്ങളെ ക്രമീകരിപ്പാൻ അവൻ പോകുന്നവനാണ്. And he's also going to bring everything under order, under his rule. ഈ ലോകത്തിന്റെ ഓർഡർ മുഴുവൻ തെറ്റിക്കിടക്കുകയാണ്. And this world is in chaos and in disorder. ഈ ലോകം ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രഭുവിന്റെ കീഴിലാണ്, അധീനതയിലാണ്. And this world is under the authority of such a prince. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനുമായിട്ട് കാര്യമൊന്നുമില്ല. Jesus himself said, the prince of this world is coming,
I have no relationship with him. കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് തകർന്നു കിടക്കുകയാ. And all the things are in chaos or in destruction. എന്നാൽ ഇതിനെല്ലാം കർത്താവ് പുതുതാക്കാൻ പോവുകയാ. But there is a day coming that he's going to bring all this to newness. അങ്ങനെ ഒരു പുതിയ ലോകത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാ. We are waiting for such a new world. നമ്മുടെ കാത്തിരിപ്പ് അതിനായിട്ടാ. And we are longing for that. അപ്പൊ നോക്കണം, ഇതാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ, so if that is what we are waiting for, എന്തിനായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്? എങ്ങനെയാണ് അതിനു വേണ്ടി ജീവിക്കേണ്ടത്? so how should we live and wait for this? ആ കാത്തിരിപ്പ് എങ്ങനെയായിരിക്കണം? And how should our tarrying be? അതാ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പങ്കിടുവാൻ താല്പര്യം. That is what we're going to share this morning. യേശു കർത്താവ് സകലത്തെയും കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ, if Christ will subdue everything under his control, ഒരു ദിവസം അവൻ മുഴുവൻ സകല അധികാരങ്ങളെയും കീഴ്പ്പെടുത്താൻ പോവുകയാണെങ്കിൽ, if he is going to bring all the authorities and dominion under him, നമ്മൾ ഇന്ന് എന്നാ ചെയ്യണം? so what should we do today? കുറച്ച് നാളുകൂടെ നമുക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നാണോ? And are you thinking I can prolong this for a little bit longer? ആ സമയം വരാൻ പോകുന്നേ ഉള്ളല്ലോ, കുറെ നാളും കൂടെ എനിക്ക് എന്റെ അധികാരങ്ങളെല്ലാം വെച്ചുകൊണ്ടിരിക്കാം. And you are thinking that there's such a time is coming, so I'm going to continue in my ways. നമുക്കറിയാം ക്രിസ്തു സകലത്തെയും ഭരിക്കാൻ പോവുകയാണ്. And you know he is going to rule over everything. അതറിയാമായിരിക്കെ തന്നെ പലതും സറണ്ടർ ചെയ്യാൻ, സമർപ്പിക്കാൻ ഇപ്പോഴും നമ്മൾ മടി കാണിച്ചുകൊണ്ടിരിക്കുക. Even though we know that fact, but even we are reluctant today to submit and surrender our lives to him. ഓർക്കുക, നമ്മളൊരു കാറ് വാങ്ങിയത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. Let's assume we bought a new car and we're going to start driving it. അപ്പം യേശു കർത്താവ് അടുത്തിരിപ്പുണ്ട്. And Jesus is next to you. നമുക്ക് കർത്താവിനോട് പറയുക, കർത്താവേ നീ എൻ്റെ കൂടെ വരണം ഈ കാറിൽ കേട്ടോ. And you're telling Jesus, I want you to come along. പക്ഷേ സ്റ്റിയറിംഗ് ഒരിക്കലും അവൻ്റെ കൈ കൊടുക്കത്തില്ല. But I'm not going to give you the steering. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളിടത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. Because I want to go where I want to go. കർത്താവ് കൂടി ഇരുന്നാ മതി. But you just come along. അതാ പലപ്പോഴും നമ്മൾ പറയുന്നത്. And that's what we often do. എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. Lord, I want you to bless my home. എന്നാൽ എൻ്റെ ഫാമിലി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. But I will decide how my family should function. കർത്താവേ എൻ്റെ ജോലിയെ അനുഗ്രഹിക്കണമേ. Lord, bless my work. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങളിൽ നീ ഇടപെടരുത്. But don't get involved in my desires. എൻ്റെ ഫൈനാൻസസിനെ, എൻ്റെ സാമ്പത്തികത്തെ നീ അനുഗ്രഹിക്കണം. And I want you to bless my financial situation. പക്ഷെ എൻ്റെ പൈസയെ തൊടരുത്. But don't touch my money. എൻ്റെ ബന്ധങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണം. I want you to renew and help my relationship. പക്ഷെ ആരോടും ക്ഷമിക്കാനൊന്നും നീ എന്നോട് പറയരുത്. But don't ask me to forgive anyone. എൻ്റെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണം. I want you to bless my ministry. പക്ഷേ എനിക്ക് അതിന്മേൽ കൺട്രോൾ വേണം. But I want to still control that ministry. ഹലോ, സകലത്തെയും കീഴ്പ്പെടുത്തുമെന്ന് കർത്താവ് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. We are saying the fact that he is going to bring everything under his control. പക്ഷെ നമ്മൾ ഇതുവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല. But we have not surrendered or submitted to him. യേശുവിനെ ജീവിതത്തിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. And we have admitted that we have asked him to come into our lives. പക്ഷെ ജീവിതത്തിന്റെ കൺട്രോൾ അവന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. But you have not given the control of your life to him. യേശു സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ പോകുന്നു എങ്കിൽ, if he is going to bring everything under control or dominion, നമ്മൾ സറണ്ടർ ചെയ്യണ്ടായോ? do we have to surrender our lives? അതിനോട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. I'm going to ask you one more thing along with that. കർത്താവ് പറഞ്ഞ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്ത, ആവശ്യപ്പെട്ടതിൽ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you fighting against the things that he has demanded you, നാളുകളായിട്ട് കർത്താവ് ചോദിക്കുക, ഇത് നീ സറണ്ടർ ചെയ്യണം, സറണ്ടർ ചെയ്യണം. For many years he is asking you to surrender this part of your life. പക്ഷെ ഞാൻ കർത്താവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. But I am fighting it, resisting that. മറ്റെന്ത് കാര്യവും ചോദിച്ചോ, ഇത് മാത്രം എന്നോട് ചോദിക്കരുത്. Ask me everything else, but don't ask me this particular thing. ഒന്ന് ഇമാജിൻ ചെയ്തേ, യേശു ഇങ്ങനെ അടുത്ത് ഒരു കിരീടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. But can you imagine Jesus next to you with a crown on his head? എന്നിട്ട് കർത്താവ് പറയുകയാണ്, I want to be the king of your life. ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്റെ രാജാവായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് നമ്മളോട് പറയും. നമ്മൾ പറയാ, കർത്താവേ നീ കിരീടം നീ വെച്ചു. But we are telling him, hey, you can wear the crown, that's fine. പക്ഷേ സിംഹാസനം ഞാൻ തരത്തില്ല. But I will never give you my throne. അത് സാധിക്കുമോ? Is that possible? A king without a throne is only a title, right? ഒരു രാജാവിന് ഒരു ത്രോൺ ഇല്ലാതിരിക്കുക, അതൊരു തലക്കെട്ട് അല്ല, ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. Wonderful.
A king without a throne, without a throne is only a title. അതൊരു തലക്കെട്ട് മാത്രമാണ്. ഒരു രാജാവിന് ഒരു ത്രോൺ ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ വെറും ഒരു ടൈറ്റിലാക്കി വെച്ചിരിക്കുക. Oftentimes we have made him only a title. ത്രോൺ നമ്മുടെയാ ഇപ്പോഴും. We are still seated on the throne. ബാക്കിയൊക്കെ കൊടുത്തു. We have given everything else. ത്രോൺ കൊടുത്തിട്ടില്ല, സിംഹാസനം കൊടുത്തിട്ടില്ല. We have not vacated the throne. ഹല്ലേലൂയ. Hallelujah. പലരും കർത്താവിനെ ക്രൗൺ ചെയ്യുന്ന നമ്മുടെ അധരങ്ങൾ കൊണ്ടാ. Oftentimes we are using lip service to crown but we have dethroned him from our decision. അവനെ സിംഹാസന ഭ്രഷ്ടനാക്കി അവനെ വെളിയിലാക്കിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും. അതുകൊണ്ടാണ് കർത്താവ് കംപ്ലൈന്റ് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ കുറിച്ച് ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. That's why he said about Israel, they only providing me lip service. അവരുടെ ഹൃദയങ്ങളോ എങ്കൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. Their hearts are far away from me. ഇവിടെ ഇന്ന് ആരെങ്കിലും അങ്ങനെ ഇരിപ്പുണ്ടോ? If any of you seated here this morning like that, അധരമുണ്ട്, ശബ്ദം ഇവിടെയുണ്ട്, and we have the lips and we have the voice, ഹൃദയം ഇവിടെ ഇല്ല, but our hearts are not here. വെറും കർത്താവിനെ വെറും തലക്കെട്ട് മാത്രമാക്കി ഒരു ടൈറ്റിൽ മാത്രമാക്കി വെച്ചിരിക്കുകയാ. You have only placed Christ as only a title in your life. We many times sing, He is Lord. He is Lord. അല്ലേ? കർത്തൻ നീ എന്ന് പാടാറുണ്ട്. Oftentimes we sing that famous hymn, He is Lord over our lives. പക്ഷെ ജീവിതം കൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്നത് എന്നാന്നറിയാവോ? But is that being reflected in our lives? I am Lord. I am Lord. അല്ലേ? നമ്മൾ പലപ്പോഴും ഞാൻ ലോർഡാണെന്നാണ് നമ്മൾ അത് മീൻ ചെയ്യുന്നത് ട്രൂ ആയിട്ട്. നമ്മൾ പാടും, Have thine own way, Lord. കർത്താവേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണം നമ്മൾ പാടും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് എന്തോ സംഭവിക്കുന്നത്? But practically what happens? Have thine own way, as long as it is not interfering with my way. പലപ്പോഴും നമ്മുടെ വഴിയിൽ കർത്താവ് ഇടപെടുന്നത് നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമുക്ക് ഇഷ്ടമുള്ളൂ. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ചോദ്യം ഏതാണെന്നറിയാവോ? You know what is the biggest question Christians face? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. That is the same question I ask each one of you. Who sits on the throne of your life? നിങ്ങളുടെ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക കർത്താവുമായിട്ട്. We are fighting in war with Christ. നമ്മുടെ തീരുമാനങ്ങൾ അവൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുക. നമ്മുടെ തീരുമാനങ്ങൾ അവൻ ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുക. Our decisions we want him to be there. നമ്മുടെ ചുവടുവെപ്പുകളിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ അവൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുക. In our steps forward, in our decisions we want his involvement. പക്ഷേ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. Oftentimes we are resisting his involvement in our lives. കർത്താവ് പറയുന്നു, നീ ക്ഷമിക്കും മകനെ. The Lord is saying forgive. നമ്മൾ പറയാം, ഞാൻ ക്ഷമിക്കത്തില്ല. You are stubborn and say I will not forgive. കർത്താവ് പറയുന്നു, എന്റെ വചനം അനുസരിക്ക്. The Lord is saying obey my words. നമ്മൾ പറയും, എനിക്ക് എന്റെ വഴിയുണ്ട്. But you are saying I have my own way. കർത്താവ് പറയുന്നു, വിട്ടുകള മകനെ. The Lord is saying let it go. നമ്മൾ പറയാം, I want to hold on. ഞാനത് പിടിച്ചോണ്ടിരിക്കുമെന്ന് നമ്മൾ പറയുന്നു. കർത്താവ് പറയുന്നു, എന്നെ നീ ആശ്രയിക്ക്. The Lord is saying depend on me. നമ്മൾ പറയാ, എനിക്ക് ഒരു കൺട്രോൾ വേണം കാര്യങ്ങളിന്മേൽ. But you still want the control of your lives. പക്ഷേ എൻ്റെ അംബീഷൻ ആയിരിക്കാം കർത്താവിൻ്റെ ഹിതവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. Maybe that is your ambition, that you are constantly fighting against the Lord. ഫൈനാൻസിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. Maybe it is your attitude towards your finances. എൻ്റെ ബന്ധങ്ങളായിരിക്കാം. Maybe it is your relationship. എൻ്റെ ജോലിയായിരിക്കാം. Maybe it is your job. എൻ്റെ പേര് പ്രശസ്തി എന്നുള്ള താല്പര്യമായിരിക്കാം. Maybe it is your name and recognition that you are. എൻ്റെ ജീവിത രീതികളായിരിക്കാം. Maybe your lifestyle. എൻ്റെ പദ്ധതികളായിരിക്കാം. Maybe your plan. എൻ്റെ ശുശ്രൂഷയായിരിക്കാം. Maybe it is your ministry. എൻ്റെ unforgiving spirit ആയിരിക്കാം. And maybe it is your unforgiving spirit. ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് സിൻ ആയിരിക്കാം. Maybe it is your secret sin that you are holding on in your life. Eventually എല്ലാറ്റെയും കർത്താവ് കീഴ്പ്പെടുത്താൻ പോവുകയാണ്. Eventually he is going to bring all those things under his control. ഒരു ദിവസം വരുമ്പോൾ എല്ലാറ്റെയും അവൻ കീഴ്പ്പെടുത്തും. One day is coming that everything will be under his control.
ഇന്ന് നമ്മൾ വില്ലിംഗ് ആയിട്ട് കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് കീഴ്പ്പെടുത്തും. If you are not willingly surrender those things today, he's going to forcefully make you surrender. ഏതാ നല്ലതെന്ന് നമുക്ക് തീരുമാനിക്കാം. You can make the decision which one is better. വില്ലിംഗ് ആയിട്ട് കീഴ്പ്പെടണോ? Or do you want to willingly surrender? ഇന്നവനോട് പറയണോ? Do you want to say to him, ദേവാ നിന്നെ ഇഷ്ടം ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്ത്. Lord, I'm a pot of clay in your hands. Make me and mold me as you wish. Better to surrender today, right? It is better to surrender today. നമ്മളൊക്കെ ഒത്തിരി യുദ്ധങ്ങൾ ചെയ്ത് കർത്താവിനോട്. We have fought for many years with the Lord. പല കാര്യങ്ങളും സറണ്ടർ ചെയ്യുവാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. Oftentimes we don't want to surrender many aspects of our life. ഞാൻ മുന്നോട്ട് പോയി വളരെ പെട്ടെന്ന് We അവസാനിപ്പിക്കാം. want to move forward. കർത്താവിന്റെ വരവും അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ പോകുന്നു എന്നുള്ള അറിവ് നമ്മളിൽ ഒരു ധൈര്യം പകരണം. And we should be courageous thinking about the coming of the Lord. ഇപ്പം കാര്യങ്ങൾ എത്ര താറുമാറായി കിടക്കുന്നത് കണ്ടാലും, Regardless of what your situation may be and how chaos it may be. ഒരു ദിവസം ഇതിനെ എല്ലാവൻ കീഴ്പ്പെടുത്താൻ പോവുകയാണ്, One day എല്ലാറ്റേയും അവൻ ക്രമീകരിക്കാൻ പോവുകയാണെന്നുള്ള അറിവ്, ഒരു ധൈര്യം തരണം നമുക്ക്. that knowledge that he's going to one day bring all these things under his dominion and bring everything to order. ഒരു സമയത്ത് നല്ല റിലീജിയസ് ഫ്രീഡം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. India was a country that had great religious freedom at one time. കർത്താവിന്റെ ദാസൻ രാവിലെ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിരൽ The ചൂണ്ടുവാനിടയായി. servant of God mentioned that this morning. എങ്ങനെയാ സ്വാതന്ത്ര്യം എല്ലാം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. We know how all that freedom is being taken away today. ഓരോ ഗ്രാമങ്ങളിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന, മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ വിടണം, നിങ്ങൾ ഇന്ന റിലീജിയനിലേക്ക്, ഹിന്ദുവിസത്തിലേക്ക് പോകണം എന്ന് പറയുന്ന അനൗൺസ്മെന്റുകൾ നടക്കി. We have come to the point they are proclaiming that in every village through the microphone and loud speakers that you should come back to Hinduism from Christianity. വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയല്ല, ഞങ്ങളുടെ വില്ലേജിൽ താമസിപ്പിക്കുക. They're telling you we're going to make your life difficult and we will not allow you to stay in the village. ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു വാർത്ത, അവിടെയുള്ള പല സ്റ്റേറ്റുകളിലുള്ള സ്കൂളുകളിൽ, അത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമല്ല, പല സ്റ്റേറ്റുകളിലെ സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും അവയുടെ എല്ലാം ഗായത്രി മന്ത്രം ചൊല്ലിയേ ആരംഭിക്കാൻ പറ്റുള്ളൂ. And I've heard this news yesterday, whether it's a private school or public school, there was a Gayatri mantra needs to be started the school with that in the morning. ഐഡൽ വർഷിപ്പിനെ ലീഗലൈസ് ചെയ്ത് റിക്വയർഡ് ആക്കുക. It is making a requirement that students follow the idol worship. നെബൂഖദ്നേസറിന്റെ സമയം പോലെയാ. And just like the time of Nebuchadnezzar in the Old Testament. നിന്നെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയാതിരിക്കണമെങ്കിൽ ഞാൻ നിർത്തിയ ബിംബത്തെ നീ നമസ്കരിക്കണം. And the king made a decree that you need to worship this statue that I placed if you don't want to be thrown into the pit of fire. കറേജുള്ള എത്ര പേരുണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. We don't know how many people had the courage. എന്നാൽ 3 ബാലന്മാര് എഴുന്നേറ്റ് But നിന്നു. we know one thing, there were 3 young boys who stood up. ഞങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന് അവർ പറയും. And they said our God is able. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ, If you believe that in your heart, ഒരുപക്ഷെ യാഗങ്ങൾ, സാക്രിഫൈസസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം. maybe have to sacrifice things in your life. ഒരു കറേജ് ഉണ്ടാകണം നമുക്ക്. But we should have a courage. കാരണം ഇന്ന് ഇങ്ങനെയൊക്കെ കണ്ടാലും We may see these things in front എനിക്കൊരു of us. നാളെയെ കുറിച്ച് അറിയാം. But one thing I know about tomorrow. കാര്യങ്ങളെല്ലാം റീഓർഡർ ചെയ്യാൻ പോവുകയാണെന്ന് എനിക്കറിയാം. I know he's going to bring everything in order. അത് നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനവും ധൈര്യവും നൽകണം. That fact should give us a confidence and also peace in our heart. യോഹന്നാൻ 16:33 നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. In John 6:16 we read. 16:33 we read. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. In the world ye have tribulations, but be of good cheer, I have overcome the world. ഹല്ലേലൂയ. Amen. യേശു കർത്താവ് പറഞ്ഞില്ല ഒപ്പോസിഷൻ ഇല്ലാത്തൊരു ജീവിതം തരാമെന്ന്. Jesus never promised that you will have a life with no opposition. അവൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. He said, be courageous and I have overcome the world. ഇപ്പൊ നമുക്ക് ഒരറിവ് കൂടി ഉണ്ട്. But there is another knowledge we have.
എല്ലാം ശരിയാകാൻ പോവുകയാണ്. Everything is going to be in order. കേരളത്തിലൊരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സമയത്ത് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു, ഇന്ന ഗവൺമെന്റ് വരും എല്ലാം ശരിയാകും. And there's a political party in Kerala. One of their slogans was, this particular government would come and everything will be in order. അങ്ങനെയുള്ളൊരു ആശയമല്ല. And that is not the kind of hope we have. എല്ലാറ്റെയും ഒന്ന് റീ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. But he's going to turn everything upside down and bring order. ഇന്ന് നമ്മുടെ വിശ്വാസം എതിർപ്പിനെ നേരിട്ടേക്കാം. Our faith may find obstacles. പക്ഷേ ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു നിൽക്കും. But I trust in the grace ഇന്ന് of God. സത്യത്തെ ആളുകൾ തിരസ്കരിച്ചേക്കാം. Today people are rejecting truth. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കും. But I will trust in the Lord. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ആളുകൾ എന്നെ ഇൻസൾട്ട് ചെയ്തേക്കാം. When I stand for the Lord, others may insult എന്നാൽ me. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു നിൽക്കും. But I will continue to trust in the Lord. സാഹചര്യങ്ങൾ കഠിനമായേക്കാം. Our circumstances may become difficult. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കും. But I will trust and be firm in the Lord. ഭാവി അൺസർട്ടൻ ആയിട്ട് തോന്നിയേക്കാം. Our future may be uncertain. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കും. But I will stand firm in the Lord. I will trust him. കർത്താവ് എല്ലാറ്റെയും കീഴ്പ്പെടുത്താൻ പോവുകയാണെങ്കിൽ If he's going to bring everything under his ഈ ഒരു control. ധൈര്യമല്ലേ നമ്മുടെ ഉള്ളിൽ And ഉണ്ടാകേണ്ടത്. that is the kind of the courage that we need in our hearts. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വലിയ ധൈര്യത്തോടെ നിൽക്കുകയായിരുന്നു. And we were standing firm. ഞാൻ കർത്താവിന് വേണ്ടി വലിയ ധൈര്യത്തോടെ നിൽക്കുമെന്ന് പറഞ്ഞു. I said that I will stand firm for the Lord. അന്നേരം ഒരു ഡയഗ്നോസിസ് വരുന്നത്. But then all of a sudden a diagnosis come. ഭയങ്കര ഒരു സ്റ്റോം. A big storm in front of you. അന്നേരമാണ് ഒരു കുഞ്ഞിന്റെ പഠനത്തെ സംബന്ധിച്ച് നമുക്ക് പ്രയാസകരമായ റിപ്പോർട്ട് കിട്ടുന്നത്. When you said I'm going to stand firm, that's when some of your children's education become a problem in front of you. Another big storm. There is another storm. നമ്മൾ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ You തീരുമാനിച്ചിരിക്കുകയായിരുന്നു. have made a firm commitment to stand for the Lord. അന്നേരം ആ ജോലി ലേ ഓഫ് ആയതും ഫൈനാൻസസ് എല്ലാം കൊളാപ്സ് ആയത്. And that's when your finances went to pot and you had a layoff. ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. You made a firm decision that I will stand firm. പക്ഷേ അന്നേരം ഓർമ്മ വന്ന് എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുക ചില വിഷയത്തിന് വേണ്ടി ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. That's when you remembered I have been praying for something for a long time but no response. ഉറച്ചു നിൽക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. I was so adamant that I'm going to stand firm. പക്ഷേ അന്നേരമാണ് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ കേട്ടത്. And that's when I heard people criticizing me. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. I was made a firm commitment to stand for the Lord. അന്നേരമാണ് ഞാൻ കണ്ടത് എന്റെ പദ്ധതികൾ പരാജയപ്പെടുന്നു. That's when I found out my plans are failing. ഹല്ലേലൂയ. Amen. ഇതിലൊക്കെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നതെങ്കിൽ നമുക്ക് ധൈര്യപ്പെടാനൊന്നുമില്ല. If you are putting your trust in all these things, there is nothing that you can hold on to. നമ്മുടെ സമാധാനം എന്തിലാ? Where is our peace and നമ്മുടെ trust? സമാധാനം എന്തിലാ? Where is our peace? നമ്മുടെ സമാധാനം അവന്റെ വരവിലാ. Our peace and our comfort is that he is അവന്റെ coming. വരവിലെ പ്രത്യാശയാണ് നമുക്കുള്ളത്. That is the hope that we have ആ of his പ്രത്യാശയിൽ coming. വേണം We ജീവിക്കുവാനായിട്ട്. need to continue to live in that hope. വാഗ്ദത്തം ചെയ്തവൻ മാറാത്തവനാ. And the one who promised he will never change his യേശു word. ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ Our ദൈവമാണ്. Lord is the same yesterday, today and അവൻ tomorrow. വാക്ക് പറഞ്ഞിട്ട് He will മാറിക്കളയുന്നവനല്ല. never change his word. ഹല്ലേലൂയ. Hallelujah. ധൈര്യത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ We കഴിയും. need to stand firm with peace in our hearts. രാവിലെ സമാധാനമില്ലാതെ ഒരുപക്ഷെ പലരും ഞരങ്ങിക്കൊണ്ടിരിപ്പുണ്ടോ ഇവിടെ? Maybe there is people here this morning that don't have peace in your life. നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം നിറയട്ടെ. And I pray that peace will enlighten and fill your കുടുംബത്തെ hearts. സംബന്ധിച്ചുള്ള ഒരു സമാധാനം നിറയട്ടെ. കുടുംബത്തെ സംബന്ധിച്ചുള്ള Regarding your family, I pray that the Lord will fill your കുഞ്ഞുങ്ങളെ heart. സംബന്ധിച്ചൊരു സമാധാനം നമ്മുടെ ഉള്ളിൽ ഇന്ന് രാവിലെ നിറയട്ടെ. Regarding your children, I want that peace to come in your നമ്മുടെ heart. ആരോഗ്യപരമായ വിഷയങ്ങളെ സംബന്ധിച്ചൊരു സമാധാനം നിറയട്ടെ. Regarding your health situation, I want that peace to come in your heart. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വരവിന്റെ പ്രത്യാശ നമ്മളെ പിന്നെയും വിശുദ്ധിയിലേക്ക് നടത്തണം. The hope of his coming should continue to lead us into holiness. അവനെല്ലാം കീഴ്പ്പെടുത്താൻ പോവുകയാണ്. He's going to bring everything under his submission. അവന് കീഴ്പ്പെടാത്തതായിട്ട് അന്ന് ഒന്നും There കാണത്തില്ല. won't be anything that will not be under his control. അത് നമ്മളെ എന്തിലേക്ക് നടത്തണം? So that fact should lead us to what? ഹോളിനെസ്സിലേക്ക്, വിശുദ്ധിയിലേക്ക്. That should lead us into holiness.
ഹല്ലേലൂയ. Amen. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In Romans chapter 6 verse 4 we read, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. Christ was raised up from the dead by the glory of the Father. Even so, we also should walk in the newness of life. ദൈവം എന്തോ ആഗ്രഹിക്കുന്നത്? So what is the Lord desiring of us? നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ We നടക്കണം. need to walk in the newness of life. ഹോളിനെസ്സോടെ ജീവിക്കണം. We need to live with holiness. താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. And that is not something any of us desire. മരിച്ചുപോയൊരു മനുഷ്യൻ പെട്ടെന്ന് ജീവിച്ചെഴുന്നേക്കുന്നു എന്ന് വിചാരിക്കുക. Let us assume a man who was dead was quickly resurrected. എല്ലാവർക്കും വലിയ സന്തോഷം. Everybody rejoicing. പക്ഷെ ഒരു കാര്യം അവൻ ഇൻസിസ്റ്റ് ചെയ്യുക, But one thing he's insisting. ഏത് വസ്ത്രം ധരിച്ച് ഞാൻ മരിച്ചോ, Whatever clothes I was wearing when I was dead, ഏത് വസ്ത്രം എന്നെ ധരിപ്പിച്ച് എന്നെ അടക്കിയോ, what kind of clothes they put on me when they buried me, ഞാൻ അതേ ധരിക്കത്തുള്ളൂ. I will only wear those clothes. നമ്മൾ പലപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And oftentimes we are saying the same thing. You cannot be raised with Christ and trust in the old life. പഴയ ജീവിതത്തിൽ നമുക്ക് പിന്തുടരാൻ ഒക്കത്തില്ല, ക്രിസ്തുവിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. Hallelujah. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാൻ ഇടയാകണം. We need to get rid of the things that we need to get rid of. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഓർമ്മ, അവൻ സകലത്തെയും കീഴ്പ്പെടുത്താൻ പോകുന്നെന്നുള്ള ഓർമ്മ നമ്മെ വിശുദ്ധിയിലേക്ക് നടത്തണം. The fact of he's coming back today and tomorrow and he's going to bring everything in order should guide us to live a holy life. ദൈവത്തിന്റെ വചനം പറയുന്ന കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്ന ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. And the word of God saying that, deaden those old attitudes, grudges, old addictions, pride, all ambitions and relationships. Old patterns of thinking. ആ പാറ്റേണുമായിട്ട് ഇപ്പോഴും നമ്മൾ ഇരിക്കുക. Many of us are sitting with the old pattern of thinking. Old ambitions വിട്ടുകളഞ്ഞിട്ടില്ല. We have not got rid of the old ambition. നമ്മുടെ പ്രൈഡ് We വിട്ടുകളഞ്ഞിട്ടില്ല. have not got rid of our pride. നമ്മുടെ ഗ്രഡ്ജസ് We വിട്ടുകളഞ്ഞിട്ടില്ല. are holding on to grudges. നമ്മുടെ അഡിക്ഷൻസ് ഇപ്പോഴും നമുക്കുണ്ട്. We are holding on to our addictions. നമ്മുടെ പഴയ ബന്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. All the old relationship you are still continuing. ബന്ധങ്ങളിലെ വിള്ളലുകൾ നന്നാക്കിയിട്ടില്ല. All the gaps in your relationship you have not repaired. അതും വെച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുമോ? Is it possible to worship and praise God with all these flaws? കർത്താവിനെ സ്വീകരിച്ച് അല്പം ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ആയി കേട്ടോ. There is some improvement because I accepted Christ. മദ്യപാനത്തിന്റെ ഒക്കെ അളവൊന്ന് കുറഞ്ഞു. And the level of drinking has diminished. പുകവലിക്കുന്ന സിഗരറ്റിന്റെ ഒക്കെ നമ്പർ കുറഞ്ഞു. The number of cigarettes I smoke is less. നമ്മുടെ ഇടയിലെ കാര്യമൊന്നുമല്ല, പക്ഷേ I'm not talking about anybody here. പുറത്തു പലരും പറയുന്നതാ. And these are people talking outside. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയാണോ കർത്താവ് വിളിച്ചത്? Did God call you for improvement? അതോ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണോ? Or did he call you to be transformed? ജീവന്റെ പുതുക്കത്തിൽ നടക്കാനിടയാ. To walk in the newness of life. പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്. To peel the old man with all his desires and all his works. പുതിയ മനുഷ്യനെ ധരിക്കണം. And to put on the new man. ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. Those who are put in the hope just like he is holy, we all need to be holy. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Since we have these promises, beloved, let us cleanse ourselves from every defilement of body and spirit and bring holiness to the completion. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. We want to say one more thing. ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും സമയം കുറവായിരുന്നു. I want to say many things, but we don't have time. ക്രിസ്തു സകലത്തെയും കീഴ്പ്പെടുത്താൻ പോവുകയാണെങ്കിൽ, If Christ is going to bring everything under his submission, എൻ്റെ ശുശ്രൂഷകളിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. there is a hope that I have in my ministry. ഹല്ലേലൂയ. Amen. പലപ്പോഴും ഞാൻ കർത്താവിനോട് വാദിച്ചിട്ടുണ്ട്. Oftentimes I argued with the Lord. എൻ്റെ ശുശ്രൂഷ ഇങ്ങനെയായിരിക്കണം. I want my ministry to be എൻ്റെ this way. ശുശ്രൂഷകളോടുള്ള പ്രതികരണം I ഇങ്ങനെയായിരിക്കണം. want people to respond to my ministry this way.
ഇത് ഈ ഒരു ക്ലേ നെഗോഷിയേറ്റിംഗ് വിത്ത് ദ പോട്ടർ, റൈറ്റ്? The clay, കളിമണ്ണിന് ഒരു പോട്ടറിനോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? കളിമണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്നെ ഇങ്ങനെ മെനയണം. But the clay is asking the potter to, I want you to mend me this way. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ അതാ വായിക്കുന്നത്. We read that in Jeremiah chapter 18 verse 6. പ്രവാചകനെ കുശവന്റെ വീട്ടിലേക്ക് കർത്താവ് പോകാൻ പറഞ്ഞു. And the Lord led the prophet to the potter's house. അവിടെ വെച്ച് അവൻ കണ്ടു ഒരു കുശവൻ കളിമണ്ണിന്മേൽ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായി. So Jeremiah saw that he was taking the clay in his hand and on the wheel. എഴുതിയിരിക്കുന്ന അവന്റെ കയ്യിലിരിക്കിയ പാത്രം ചീത്തയായി പോയി. As he was mending it and the pot became useless. പക്ഷേ കുശവൻ അത് വിട്ടില്ല. But the clay he did not. അത് നിലത്ത് മാറ്റി വെച്ചിട്ട് അതിനെ ഉടച്ച് അതിനെ പിന്നെയും കുഴച്ച് അതിനെ പിന്നെ ഒരു പാത്രമുണ്ടാക്കി തനിക്ക് ബോധിച്ചതുപോലെ ഒരു പാത്രമാക്കി. But he saw the potter taking that clay and mending it again and reshaping it to a new vessel. കർത്താവ് ചോദിക്കുക, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോടും ചെയ്യാൻ പറ്റത്തില്ലയോ? So the Lord is asking Israel, can I not do the same thing this potter has done? പക്ഷെ ക്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക, കളിമണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുക, But the clay is claiming, എന്നെ ബ്യൂട്ടിഫുൾ ആക്കിക്കോ, but it's okay for you to make me പക്ഷേ beautiful. എന്റെ ഷേപ്പ് മാറ്റരുത് But കേട്ടോ. don't change my shape. കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തോ, But Lord, it's okay for you to work in my life. പക്ഷെ എന്റെ ഈ സൈഡിൽ നീ തുടരുത്. But don't touch on this side. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു വശമാ. And that is the side I really like. എനിക്ക് ഈ സൈഡിലാ പോകേണ്ടത്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. And that is the way I want to go, and that is where I want to be. കർത്താവ് എന്നെ ചേഞ്ച് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. But Lord, I want you to transform and change me. പക്ഷേ എന്റെ ടെമ്പറിനെ തുടരുത്. But don't touch my temper. കർത്താവ് എന്നെ ഉപയോഗിക്കണം. Lord, I want you to use me. പക്ഷേ എന്റെ പ്ലാൻസിനെ ഒന്നും നീ തുടരുത്, എന്റെ പദ്ധതികളെ തുടരുത്. But don't mess with my plans and my vision. കർത്താവ് എന്നെ അനുഗ്രഹിക്കണം. Lord, I want you to bless me. പക്ഷേ എന്റെ കംഫർട്ടിനെ നീ തുടരുത്. But don't touch my comfort. കർത്താവ്, നീ എന്നെ വിശുദ്ധനാക്കിക്കോ കേട്ടോ. Lord, I want you to make me holy. പക്ഷേ എന്നെ ഡിഫറൻ്റ് ആക്കരുത്. But don't make me different. ഇതുപോലൊക്കെ ഇരിക്കാൻ എനിക്ക് വേണം. I want to continue the way I am. ഹല്ലേലൂയ. Amen. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കാം. Let us look at and reflect on our own lives. Even in our ministry, നമ്മുടെ മിനിസ്ട്രിയിൽ പോലും whatever we are doing, പാസ്റ്റേഴ്സ് മാത്രമല്ല, ചർച്ചിലും കർത്താവിൻ്റെ രാജ്യത്തിൽ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുന്നവരുണ്ടോ? And not only pastors, whatever way you're being used for the ministry in the church or the kingdom. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് But look at your own lives. നമുക്ക് കർത്താവിനോട് നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഇതുവരെ ജീവിക്കാറുണ്ടെങ്കിൽ, If you are bargaining with the Lord up to this point and the way you want to live, ഇന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ, നിന്റെ ഓൾട്ടറിൽ നിന്റെ യാഗപീഠത്തെങ്കിൽ ഞാൻ അതിനെ എല്ലാം വയ്ക്കുക. Can you tell the Lord, I am surrendering all that at the altar? എൻ്റെ ഭാവിയുടെ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം വയ്ക്കുക. Lord, I'm submitting all my future and my plans and everything under your altar. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങളോട് പറയാം. This is something that I learned in my life. ദൈവം നമുക്ക് തന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ കരുത്തിൽ കൊടുക്കാൻ നമ്മൾ മടിക്കും. Oftentimes when we understand what God gave us, when we are resistant to give it back to him. അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്തു. Abraham was given Isaac. നാളുകളായിട്ടുള്ള വെയിറ്റിംഗിന് ശേഷം കിട്ടിയതാ. And he was received as a child after many years of waiting. Child of promise, വാഗ്ദത്ത സന്തതിയാ. He was the child of promise. അവനെ ദൈവം തിരിച്ചു ചോദിക്കുക. And now the Lord is asking him back. എന്താ പറയാ, നീ നിന്റെ മകനെ, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ തന്നെ. The Lord is telling Abraham, the one who loved, the one only son you have, I want him back. ജനറൽ ആയിട്ട് യാഗം കഴിക്കാൻ പറഞ്ഞിരുന്ന ഇസ്മായിലിനെ കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് യാഗം കഴിക്കുമായിരുന്നു. And if he was saying a general sacrifice, he would have done it. നമ്മളെല്ലാം സ്മാർട്ട് ആണല്ലേ. All of us are smart. അതുകൊണ്ട് കർത്താവ് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു, The Lord was emphasizing some നിന്റെ മകനെ, നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ, നീ സ്നേഹിക്കുന്ന മകനെ, the one whom you love and the only son you have, ദൈവം തന്നതാ, ദൈവം കൊടുത്തതാ, the one that I gave you.
നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നതാ പലതും. Everything that we have, the Lord gave us. എല്ലാം അവൻ തന്നതാ. Everything is His gift. പക്ഷെ തിരികെ കൊടുക്കാൻ മടിയാ അല്ലേ? But oftentimes we are reluctant to give it back. നമ്മളെല്ലാം പാടാറുണ്ട്, എല്ലാം നീ തന്നതല്ലേ, And we often sing that everything we എല്ലാം have is നിന്റെ given ദാനമാണ് by you. കർത്താവേ. All are your gift, O Lord. എന്റെ മിനിസ്ട്രി നിന്റെ ഭാഗമാ, നിന്റെ ദാനമാ. My ministry is your gift. എന്റെ കുടുംബം നിന്റെ ദാനമാ. My family is your gift. എനിക്കുണ്ടാകുന്ന വിജയങ്ങൾ നിന്റെ ദാനമാ. All our successes are your gift. എന്റെ കുഞ്ഞുങ്ങൾ നിന്റെ ദാനമാ. And my children are your gift. എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നിന്റെ ദാനമാണ്. Every opportunity I receive is your gift. എനിക്കുള്ള സൗകര്യങ്ങൾ നിന്റെ ദാനമാണ്. All the amenities and the wealth I have is your gift. ഇത് പറയുന്നവരുണ്ടോ? Is any of you saying that? ഡെഫിനറ്റ്ലി കൈകൾ ഉയർത്തി നിങ്ങൾ എല്ലാം ആമേൻ പറയും. And I know every one of you will raise your hands and say amen. പക്ഷേ ഇവ സറണ്ടർ ചെയ്യാൻ പറഞ്ഞാലോ? But if the Lord asking you to surrender all those gifts, ദാനമാണെങ്കിൽ അത് സറണ്ടർ ചെയ്യാൻ പറഞ്ഞാലോ? even though it is a gift, if the Lord asks you to surrender that, anything God gives must always remain surrendered. ദൈവം തരുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിന് തിരിച്ചു നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. That is a very big spiritual truth. Anything God gives ഏത് കാര്യം നമ്മളെ ദൈവം ഏൽപ്പിച്ചാൽ must always remain surrendered. അത് എല്ലായ്പ്പോഴും അത് സറണ്ടർഡ് ആയിട്ട് ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. Otherwise what we say does not. അല്ലെങ്കിൽ പിന്നെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം നീ തന്നതാ, നിന്റെ ദാനമാ. Or you are just doing lip service that everything that you have given me as a gift, Lord. അത് മിനിസ്ട്രി ആണേ പോലും, Whether it is your ministry, അവസരങ്ങളാണേ പോലും, whether it's opportunities, ബന്ധങ്ങളാണേ whether പോലും, it's relationship, എല്ലാം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ all these things are the gift of it God. must always remain surrendered to the Lord. അതെല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ അത് surrendered. Hallelujah. Hallelujah. Sometimes ministry can be so discouraging. ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷകളൊക്കെ നമുക്ക് നിരുത്സാഹപ്പെടുത്തുന്നതായിരിക്കും. You preach but people don't respond. നമ്മളത് പ്രസംഗിക്കുന്നു എന്നാൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. You pray but answers seem delayed. നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ നമ്മുടെ ആൻസറുകൾ ഡിലേഡ് ആയിട്ടാണ്. You evangelize but people reject the നമ്മൾ gospel. സുവിശേഷം അറിയിക്കുന്നു, മറ്റുള്ളവർ അത് റിജക്റ്റ് ചെയ്യുന്നു. You serve but appreciation is absent. നമ്മൾ മറ്റുള്ളവരെ സേവിക്കുന്നു എന്നാൽ നമുക്ക് ഒരു പ്രോത്സാഹനവും ലഭിക്കുന്നില്ല. You labor but results seem very നമ്മൾ small. കഷ്ടപ്പെടുന്നു എന്നാൽ അതിനുള്ള മറുപടി നമ്മൾ കാണുന്നില്ല. എപ്പോഴും ഓർത്തോണം ഒരു കാര്യം, But remember one thing. the kingdom belongs to Christ. ദൈവരാജ്യം ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ മറന്നു പോകും. We are not responsible for producing final victory. നമ്മൾ ഫലം പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി നമ്മുടേതല്ല. But Christ is responsible. ക്രൈസ്റ്റ് കർത്താവ് തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിൾ. All that I am asked to do All we have to do is to preach faithfully, നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ പ്രീച്ച് ചെയ്യുക, to pray passionately, പാഷനറ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, to serve faithfully, മറ്റുള്ളവരെ വിശ്വസ്തയോടെ സേവിക്കുക, remain faithful. വിശ്വസ്തരായിരിക്കുക. Final victory belongs to Jesus. എന്നാൽ ജയം കർത്താവിനുള്ളതാണ്. ഞാനല്ല ജയം ഉളവാക്കുന്നത്. I am not the one producing victory. ജയം തരുന്ന അവനാ. He is the one gives us victory. ഇത് അവന്റെ വകയാ. It belongs to him. Even he is able to subdue everything. സകലത്തെയും അവന്റെ കൺട്രോളിനകത്ത് കൊണ്ടുവരാനായിട്ട് ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. Can we give our hearts to him this morning? നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നമ്മൾ ഉയർത്തും. നമ്മുടെ പദ്ധതികൾ അവന്റെ പക്കൽ കൊടുക്കാൻ Give പറ്റുമോ? your plans to the Lord. നമ്മുടെ ഭാവി അവന്റെ കരത്തിൽ കൊടുക്കാൻ Give your പറ്റുമോ? future to the Lord. നമ്മുടെ ഭയങ്ങൾ അവന്റെ കരത്തിൽ കൊടുക്കാം. Your fears to the Lord. നമ്മുടെ ഇന്നത്തെ സംഘർഷങ്ങൾ അവനെ ഏൽപ്പിക്കാൻ പറ്റുമോ? Can you give your tensions and the stress in your life to him? ഒന്നും സംഭവിക്കുകയില്ലെന്ന് തോന്നുമ്പോൾ പോലും Even when you feel like nothing is happening, അവന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? can you praise him? എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. We're going to conclude our words. ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ
അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മുള്ളർ എന്നായിരുന്നു. There was a blessed man of God whose name was George Mueller. ആയിരക്കണക്കിന് ഓർഫൻസിനെ ഒരേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഓർഫനേജസ് നടത്തിയ ആളാണ്. He was conducting the orphanages in different parts of the world, thousands of orphans. തൻ്റെ ആവശ്യങ്ങൾ ആരോടും പറയാതെ ചോദിച്ചു വാങ്ങാതെ ദൈവം നടത്തിപ്പ് അനുസരിച്ച് ലഭിക്കുന്ന ഗിഫ്റ്റുകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. He never asked anyone for gift, but whatever the Lord put on people's heart, and they gave, and he used that to sustain this orphanage. ഒരിക്കൽ അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഒന്നും പക്കലില്ല. And one day he was praying because the children had no breakfast. ഒരു ആഹാരവും ഇല്ല, ഫുഡില്ല, മിൽക്കില്ല, ഒന്നുമില്ല. And there was no milk, no food in the orphanage. ഏതായാലും കുഞ്ഞുങ്ങളെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുത്തി. And he put all the children on the breakfast table. അവരോട് പറഞ്ഞു കർത്താവിന് നന്ദി പറയാൻ പറഞ്ഞു. He told them, the children, to start thanking God. ടേബിൾ എംറ്റിയാ, പ്ലേറ്റുകളൊക്കെ കാലിയാ. The table is empty, the kitchen is empty, there's no food. പക്ഷേ സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. But he started telling the children to praise അപ്പം വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. And all of a sudden he heard a knock at the door. ഒരു ബേക്കർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വലിയ പ്രേരണ ഉണ്ടായി, നിങ്ങൾക്ക് ബ്രെഡ് കൊണ്ടുതരണം. A local baker said, hey, I had this great response in my heart to bring you this bread. ബേക്കർ ബ്രെഡ് കൊടുത്തേച്ച് അങ്ങോട്ട് മാറി ഉടനെ ഒരു മിൽക്ക് മാൻ വന്ന് കതകിൽ മുട്ടി. And as the baker left, there was a milkman knocked on the door. എന്നിട്ട് പറഞ്ഞു, എന്റെ മിൽക്ക് വാഗൺ ഇവിടെ കേടായി പോയി, വാതിൽക്കൽ. And he said, my wagon broke down in front of your orphanage. ഇതിനിയും ഞാൻ വെച്ചുകൊണ്ടിരുന്നാൽ എല്ലാം സ്പോയിൽ ആയി പോകും. If I kept this milk in my wagon, it will get spoiled. അതുകൊണ്ട് നിങ്ങളുടെ ഓർഫനേജിൽ തരാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. So I brought this milk to your orphanage. എല്ലാം അതാത് സമയങ്ങളിൽ ദൈവം ഇങ്ങനെ തരുമെന്നുള്ളതല്ല ലെസൺ. But the lesson is not that God will provide you when you ask. എന്തുവാ ലെസൺ പിന്നെ? What is the lesson? ടേബിൾ എംറ്റി ആയിരിക്കുമ്പം, even when the table is empty, പ്ലേറ്റുകളിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പം, even the plates are empty, നന്ദി പറയാൻ പറ്റുമോ എന്നുള്ളതാ. are you able to give God thanks? വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാനായി പ്ലേറ്റുകൾ നിറഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. Our plates don't have to be full if you want to give thanks to God. ടേബിൾ നിറയെ ഫുഡ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. There is no need that our table is full of food. അതാ വിശ്വാസത്തിന്റെ കണ്ണെന്ന് പറയുന്നത്. And that is the eye of faith. വിശ്വാസത്തിന്റെ കണ്ണുകളോടെ നമ്മൾ കാണുകയാ. If you can see the Lord with your eyes of faith. കുഴികൾ വെട്ടിക്കൊള്ളുക, dig the ditches. മഴ ഉണ്ടാകുകയില്ല, കാറ്റും ഒന്നും കാണത്തില്ല. There won't be any rain or there won't be any wind. പക്ഷേ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. But the valley will be full of water. നമ്മുടെ പലരുടെയും ടേബിൾ എംറ്റിയാ. ഒരുപക്ഷേ many of you, maybe the table is empty. ഒന്നും കാണുന്നില്ല, ദൈവപ്രവൃത്തികൾ ഒന്നും കാണുന്നില്ല. You don't see the hand of God. വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? But are you able to say with your faith? വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Praise God with faith in your heart. തകർന്നിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം wherever you are this morning, നമുക്ക് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. can we praise God with faith? ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. Look at your situations in your life. Can you thank God? കാരണം സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നത്. Because I trust in a God who is able to bring everything under submission. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray this morning. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. Let us surrender ourselves in the hands ദൈവത്തിന്റെ of വചനം God. നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. And I pray that this word will continue to work in your life. ഇന്ന് പകലിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ as we are praying together this morning, I request Pastor